പ്രണയം പറയാനുള്ള വഴികൾ ഇതാണ്, അല്ലാതെ മനസ്സിൽ കൊണ്ടു നടക്കരുത്. പെൺകുട്ടിയോട് പ്രണയം പറയുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു പരീക്ഷ തന്നെയാണ്. മിക്കവരും ഈ കാര്യം മനസ്സിൽ അടക്കിപ്പിടിച്ച് പറയാൻ വയ്യാതെ നടക്കുന്നുണ്ടാവും. ദൂരെ നിന്ന് ആരും കാണാതെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് കൂട്ടുകാരോടൊപ്പം നിൽക്കുന്നവർ. പ്രണയം പുഴ പോലെയാണ്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓരോ കരകളെയും തൊട്ടും തലോടിയും അതങ്ങനെ നീങ്ങും. ചിലപ്പോൾ ചെറിയ സുഖവും ചെറിയ ദുഃഖങ്ങളുമൊക്കെ സമ്മാനിച്ച് അവ പോകും. എന്നാൽ ചിലപ്പോൾ ആർത്തലച്ച് വന്ന് എല്ലാം ഇല്ലാതാക്കി കളയും. സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്രവേദിയായ പ്രണയം അനുഭവിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. അനുഭവിച്ചവരും ഒടുവിൽ നിരാശയായവരും ഒരുപാടുണ്ടാകും. എന്നാൽ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയുക എന്നത് ഒരു വലിയ പരീക്ഷ തന്നെയാണ്. പ്രണയിക്കുമ്പോൾ പലരും സ്വപ്നലോകത്തായിരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും യാന്ത്രികമായിരിക്കും. വായുവിലങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയാണെന്ന് പ്രണയിക്കുന്നവർക്ക് തോന്നും. എന്നാൽ എത്ര ധൈര്യശാലിയും പ്രണയത്തിന് മുൻപിൽ ഒന്ന് പതറും. കൂട്ടുകാർക്കിടയിലെ ഏറ്റവും ധൈര്യശാലിയുടെ പ്രണയം പറയുന്ന സീൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കും. പ്രണയം പറയാൻ അവളുടെ മുന്നിലെത്തുമ്പോൾ മുട്ടിടിച്ചു തുടങ്ങുന്ന അനുഭവമായിരിക്കും പലർക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രണയം പറയാനെന്നും പറഞ്ഞ് ധൈര്യമായി അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഒടുവിൽ മുട്ടിടിച്ച് തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും ചിലരെങ്കിലും. പെൺകുട്ടികളോട് പ്രണയം പറയുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രണയിക്കുന്നതിന് പകരം പിന്നീടൊരിക്കലും മുഖത്ത് നോക്കാത്ത രീതിയിൽ നിങ്ങൾ പ്രണയം പ്രകടിപ്പിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പ്രണയം പറയുന്ന രീതി പോലും അവളുടെ മനസ്സിലുടക്കും. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ഐ ലവ് യു എന്ന വാക്കിൽ പ്രണയം ഒതുക്കാതെ സമയവും സന്ദർഭവും നോക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ചിലർ പെൺകുട്ടികളോട് ഇടയ്ക്കിടെ പ്രണയാഭ്യർത്ഥന നടത്തുന്നവരുണ്ട്. ഇടയ്ക്കിടെ പ്രണയാഭ്യർത്ഥന നടത്തി പെൺകുട്ടിയെ മടുപ്പിക്കുന്നതിലും നല്ലതാണ് നിങ്ങളുടെ വ്യക്തിത്വവും ആത്മാർത്ഥതയും വ്യക്തമാക്കിക്കൊണ്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതായിരിക്കും ഏറ്റവും ഗുണകരം. പലപ്പോഴും പേടി കാരണം ഒറ്റ ശ്വാസത്തിൽ എന്തൊക്കെയോ പറഞ്ഞു തീർത്തു പോകുന്ന ഏർപ്പാടാണ് പല പ്രണയങ്ങളിലും കണ്ടുവരുന്നത്. എന്നാൽ ഇത് ചിലപ്പോൾ സക്സസ് ആയേക്കാം, അല്ലെങ്കിൽ ചീറ്റിപ്പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാതെ സാവധാനം പടിപടിയായി പറയുക. ഇനി നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ പ്രണയം പറയണമെന്ന് നന്നായി ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങൾ പ്രണയം തുറന്നു പറയുന്നതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് മാത്രമേ തീരുമാനിക്കാവൂ. എന്നിട്ട് വേണം ഇഷ്ടം തുറന്നു പറയാൻ. പ്രണയം പറയാൻ ഏറ്റവും നല്ലത് ഏതെങ്കിലും വിശേഷ ദിവസങ്ങളായിരിക്കും. പ്രത്യേക ദിവസത്തിൽ പ്രണയം പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവളുടെ ജന്മദിനമോ മറ്റു സന്തോഷ നിമിഷങ്ങളോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്തരം നിമിഷങ്ങളിൽ വളരെ വിലപ്പെട്ട ഒരു സമ്മാനം കൂടി കരുതുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രണയത്തിലെ ആദ്യ നിമിഷം ഏറ്റവും സന്തോഷകരമായി തന്നെയാകട്ടെ. പ്രണയം എപ്പോൾ പറയണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ച് എന്നുകൂടി തീരുമാനിക്കണം. റെസ്റ്റോറൻറ്റിൽ വെച്ചാണെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റിൽ, അല്ലെങ്കിൽ കോളേജിൽ വെച്ചാണെങ്കിൽ ഏത് ഇടനാഴിയിൽ, ഏത് പ്രണയമരച്ചോട്ടിൽ, ഏത് ക്ലാസ് മുറിയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. ഇനി എന്ത് പറയണം, എപ്പോൾ പറയണം, എവിടെ വെച്ച് പറയണം എന്നതിന് ശേഷം ഇതിനൊക്കെ വേണ്ടി ആദ്യം തയ്യാറാവുക. എല്ലാം പ്ലാൻ ചെയ്ത് ഒടുവിൽ പ്രണയിക്കുന്നവരുടെ മുൻപിലെത്തുമ്പോൾ ബബ്ബ അടിച്ചു കഴിഞ്ഞാൽ അതോടെ തീരുമല്ല. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്നവരുടെ മുന്നിൽ പ്രണയം അവതരിപ്പിക്കാൻ സ്വയം തയ്യാറാവുക. കൂടുതൽ റൊമാൻറ്റിക്കായി പ്രണയപുഷ്പങ്ങളുമായി അല്ലെങ്കിൽ പ്രണയം തുടിക്കുന്ന സമ്മാനങ്ങളുമായി പ്രണയിക്കുന്നവരുടെ അരികിൽ ചെല്ലുക. വെറുതെ പ്രണയം പറഞ്ഞു പോകുകയല്ല വേണ്ടത്. പ്രണയിക്കുന്നവരുടെ കണ്ണുകളിൽ പ്രണയാർദ്രതയോടെ നോക്കി വേണം നിങ്ങളുടെ ഹൃദയം തുറക്കാൻ. പറയുന്ന കാര്യങ്ങൾ സ്ഫുടതയോടെ പറയുക. അതിനിടെ വിറയ്ക്കുകയോ വിഴുങ്ങുകയോ ചെയ്യരുത്. നിങ്ങളുടെ സ്നേഹം പോലെ ദൃഢമായ ഭാവത്തോടെ പ്രണയിക്കുന്നവരുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങളെ എടുത്തു പറയുക. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയാൻ ശ്രദ്ധിക്കണം. വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടിയാകരുത് ഒന്നും.
ഇനി പ്രണയിക്കുന്നവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുവെന്ന കാര്യം പ്രത്യേകം തുറന്നു പറയണം. നിങ്ങൾക്ക് അവർ നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം എത്രത്തോളമാണെന്നും വിവരിച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രണയം അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകണം. അതിനായി അവരോട് ഞാൻ അറിയാതെ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ നിന്നെ പ്രണയിക്കുന്നുവെന്ന സത്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാകണം എന്നൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. എന്തായാലും പ്രണയം പറയുന്നത് നല്ല പ്രണയാർദ്രമായി തന്നെ പറയുക. കൂടുതൽ അഭിനയമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. മോശമായ ഭാഷയിലോ ആംഗ്യഭാഷയിൽ കൂടിയൊക്കെ പ്രണയം പറയാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പുഞ്ചിരി പോലും ചിലപ്പോൾ അവളിൽ ഒരു പ്രണയം തോന്നിപ്പിക്കാൻ കാരണമായേക്കും. പ്രണയം ഉള്ളിലടക്കി വയ്ക്കാതെ മനസ്സ് തുറന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. എപ്പോഴും വിജയിച്ചു എന്ന് വരില്ല.